ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു OTT മൂവി. സോ കൃഷ്ണദാസ് മുരളി സംവിധാനം ചെയ്ത പിന്നെ സിനിമയിൽ സൈജു കുറുപ്പ്, സുരാജ് ഏട്ടൻ, ജഗദീഷ് ഏട്ടൻ, ബേബി ജെയിൻ, വിനയ് പോൾ ഇവരൊക്കെ പ്രധാന വേഷത്തിലെത്തിയ ഒരു കിഡിലൻ ഡാർക്ക് കോമഡി സിനിമയാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം. സോ സിനിമയെ കുറിച്ചിട്ട് പറയണം, അത് ഈ സിനിമയുടെ ആദ്യത്തെ പാട്ട് ഈ ഇടക്കാണ് ഞാൻ കണ്ടത്. സോ ആദ്യത്തെ പാട്ടിനെ കുറിച്ചിട്ട് പറയണം, അതായത് ഭരത് നായരുടെ അവീതത്തിനെ കുറിച്ചിട്ടാണ് ഈ സിനിമ സംസാരിക്കുന്നത്, ഫസ്റ്റ് പാർട്ട്. പിന്നെ സെക്കൻഡ് പാർട്ടിനെ കുറിച്ചിട്ട് പറയണം, അതായത് ഭരത് നായർ പിന്നെ പുള്ളിയുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ചേർന്ന് ചെയ്ത ചില ഫ്രോഡ് കളികളെ കുറിച്ചിട്ടാണ് സെക്കൻഡ് പാർട്ടിലുള്ളത്. അതായത് ഇതിനൊക്കെ ഇവരുടെ ഫാമിലി എങ്ങനെ ഫേസ് ചെയ്തിട്ട് പോകും പറഞ്ഞിട്ടാണ് ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ട് സംസാരിക്കുന്നത്. സോ സിനിമയുടെ ആദ്യത്തെ പാർട്ടിനെ കുറിച്ചിട്ട് പറയാൻ എനിക്ക് വലിയൊരു ഇഷ്ടപ്പെട്ടിട്ട് ഒരു ആവറേജ് ആയിട്ടുള്ള ആദ്യത്തെ പാർട്ടാണ്. പക്ഷെ സെക്കൻഡ് പാർട്ട് ഒരു രക്ഷയില്ല, കിട്ടിലനായിട്ട് പോകുന്നുണ്ട്. അതായത് ആ ഒരു ഡാർക്ക് കോമഡി ചെയ്തിരിക്കുന്ന രീതി, അവരുടെ ആ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗിലൊക്കെ കൊണ്ടുപോയിരിക്കുന്ന രീതി അതെല്ലാം കിട്ടിലനായിട്ടുണ്ട്. ഒരു നല്ലൊരു എനിക്ക് ഈ സിനിമയിൽ അത്യാവശ്യം ഒരുപാട് ചിരിക്കാനൊക്കെ തോന്നി. പക്ഷെ ആദ്യത്തെ പാട്ടിൽ അത്രയ്ക്ക് ഒരു ഫീൽ ചെയ്തില്ല, ഒരുപാട് ഒരു ഹ്യൂമർ ഒക്കെ ഫീൽ ചെയ്തില്ല. പക്ഷെ ഇതിൽ നെക്സ്റ്റ് ലെവലാക്കിയിട്ടുണ്ട് സെക്കൻഡ് പാർട്ടിൽ. പിന്നെ പറയണത്, അതായത് പെർഫോമൻസിനെ കുറിച്ചിട്ട് പറയണമെങ്കിൽ സുരാജ് ഏട്ടനായാലും പിന്നെ സൈജു കുറുപ്പ്, ബേബി ജെന്റെ പെർഫോമൻസ് കിഡിലനാക്കിയിട്ടുണ്ട് പുള്ളി. പിന്നെ സൈജു കുറുപ്പ്, ഇവരുടെ എല്ലാവരുടെ പെർഫോമൻസ് നന്നാക്കിയിട്ടുണ്ട്. അതൊക്കെ ക്യാരക്ടർ കിഡിലനായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ ചെയ്ത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഇലക്ട്രോണിക് കിളി പറഞ്ഞ പുള്ളിയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല, കിഡിലൻ മ്യൂസിക് ആണ്. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് നെക്സ്റ്റ് ലെവൽ ആയിട്ടുണ്ട്. പിന്നെ പിന്നെ പറയണത് ത്രൂ ഔട്ട് സിനിമ നല്ല എൻഗേജിംഗ് ആയിട്ട് പോകുന്നുണ്ട്. അതായത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ പറ്റിയ രീതിയിലാണ് പോകുന്നത് ഫ്രം ദി ബിഗിനിങ് ടു എൻഡ് വരെ. സോ ഓവറോൾ ഈ സിനിമയെ കുറിച്ച് പറയണത് എനിക്ക് നന്നായിട്ട് വർക്കായി, ഒരു എൻഗേജിംഗ് രീതിയിൽ പോകുന്ന ഒരു സിനിമയാണ്. പിന്നെ ഈ സിനിമ കാണാത്തവരണോ പോയിട്ട് കണ്ടോളി, അതായത് നെറ്റ്ഫ്ലിക്സിലാണുള്ളത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കിട്ടാം. ബൈ.